ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് ദലാ ഹിയർ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്കിൻ കെയർ റൊട്ടീന്റെ ഭാഗമായിട്ടുള്ള ടോണറിനെ പറ്റിയാണ്. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരും കേട്ടിട്ടുണ്ടാവും ടോണർ എന്താണെന്ന്. ഇനി അഥവാ കേട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഐ എം ഗോൺ ഇൻട്രൊഡ്യൂസ് യു ടു ദ ടോണേഴ്സ്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താണ് ടോണർ എന്നൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ. നിങ്ങൾക്ക് ടോണർ എന്താന്ന് വെച്ചാൽ നമ്മൾ മെയിൻലി അത് യൂസ് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ pH ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും സ്കിന്നിനൊക്കെ ഈ pH ഉണ്ടോന്ന്. ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ മുഖമൊക്കെ നല്ലപോലെ ഫേസ് വാഷ് ഇട്ട് കഴുകിയിട്ട് ഈ മോയ്സ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ പോസ് ഉണ്ട്. അപ്പൊ എനിക്കിതാ ഇവിടെ പോസ് ഉണ്ട്, കണ്ടോ? അപ്പൊ ഈ പോസ് ചിലപ്പോൾ ഓപ്പൺ പോസ് ആയിരിക്കും, ചിലർക്ക് ഉണ്ടാവില്ലായിരിക്കും, നോർമൽ സ്കിൻ ആയിരിക്കും. അങ്ങനെ ഓരോ സ്കിന്നിന്റെ അനുസരിച്ചിട്ടാണ് നമ്മൾ ടോണേഴ്സ് യൂസ് ചെയ്യുന്നത്. മാർക്കറ്റിൽ ഒരുപാട് ടോണേഴ്സ് ഉണ്ട്. അപ്പൊ മെയിൻലി നമ്മൾ ടോണേഴ്സ് യൂസ് ചെയ്യുന്നത് നമ്മളുടെ സ്കിന്നിനെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. ഇപ്പൊ ചിലപ്പോൾ ഡ്രൈ സ്കിന്നുള്ള അല്ലെങ്കിൽ ഒരു നോർമൽ സ്കിന്നുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ് വാഷ് ഒക്കെ ഇട്ടൊന്ന് കഴുകി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയായിരിക്കും, കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കേ ഈ ഡ്രൈ ആയിട്ട് ഫേസ് എങ്കിലും വരണ്ട് ഒരു വലിഞ്ഞു മുറുകുന്ന പോലെ തോന്നും. എനിക്കത് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ടോണർ. അപ്പം ഞാൻ ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ ടോണർ പല കാറ്റഗറീസ് ഉണ്ട്. ഞാൻ അതിലോട്ട് വരാം. ഹൈഡ്രേറ്റിംഗ് ടോണേഴ്സ് ഉണ്ട്, എക്സ്ഫോയിലേറ്റിംഗ് ടോണേഴ്സ് ഉണ്ട്, സൂത്തിങ് ടോണേഴ്സ് ഉണ്ട്, ആക്നി പ്രോൺ ടോണേഴ്സ് ഉണ്ട്, ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഡയാസിനമൈഡ് വരുന്നിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ പോസ് ഉണ്ടായിസ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഈ പോസ് വരുന്നത് നോർമൽ ആണോ? അത് നോർമൽ ആയിട്ടൊരാൾക്ക് പോസ് ഉണ്ടാവും. ഇപ്പം ഇല്ലെങ്കിൽ കുഴപ്പമില്ലാത്തവരുണ്ടാവും. പക്ഷെ എനിക്ക് പോസ് ഉണ്ട്. അപ്പം നോർമലി പോസ് വരുന്നതിന് നമുക്ക് പോസിനെ പെർമനന്റ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഒരു എക്സ്റ്റെന്റ് വരെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് പോർ മിനിമൈസിങ് ടോണേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് മാർക്കറ്റ്. അപ്പൊ ടോണേഴ്സ് ഈ pH ബാലൻസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പോസ് ഉണ്ടല്ലോ, ഓപ്പൺ പോസിന്റെ pH ആണ് അത് ബാലൻസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് സംശയം മനസ്സിലായല്ലോ. ഇനി അടുത്ത ചോദ്യം, ഈ ടോണേഴ്സ് എല്ലാവരും ഉപയോഗിക്കണോ, അതല്ലെങ്കിൽ അത് സ്കിൻ കെയർ റൊട്ടീനിൽ അത് നെസസറി ആണോ? ടു ബി ഓണസ്റ്റ്, അത് നെസസറി ഒന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി ആസ് പെർ യുവർ സ്കിൻ റിക്വയർമെന്റ്സ്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത്, എനിക്ക് ഓപ്പൺ പോസ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പോർ മിനിമൈസിങ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. മാർക്കറ്റിൽ അങ്ങനെ ഒരുപാടുണ്ട്. അപ്പൊ ഓരോരോ ആക്നി ഉള്ളവർക്കും യൂസ് ചെയ്യാം. അങ്ങനെ ഞാൻ യൂസ് ചെയ്യുന്ന ടോണേഴ്സ് എന്താണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ യൂസ് ചെയ്യുന്ന ഹൈഡ്രേറ്റിംഗ് ടോണറാണ്. സോറി, ഓക്കെ, ഹിയർ. ഇത് അക്വാലോജിക്കൽ ടോണറാണ്. പക്ഷെ ഇത് എനിക്ക് ടോണർ അതിനെ പറ്റി വലിയ അറിവില്ലായിരുന്നു. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എനിക്ക് കുറച്ചും കൂടെ ആവശ്യം ഈ ഹൈഡ്രേറ്റിംഗ് ടോണറേക്കായും ഈ പോസും. എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഓയിലി സ്കിൻകാർക്ക് പോസ് ടൈറ്റൻ ചെയ്യാനും ഓയിൽ കൺട്രോൾ പ്രൊഡക്ഷൻ കുറയ്ക്കാനും അത് നയാസിനമൈഡ് വരുന്നതാണ്. ഇതിനകത്ത് ഹൈലറോണിക് ആസിഡ് ആണുള്ളത്. ഇത് കോക്കനട്ട് വാട്ടർ ആൻഡ് ഹൈലറോണിക് ആസിഡ് ആണ്. ഇത് നോർമലി ഒന്ന് സൂതൻ ചെയ്യും. പിന്നെ അത് കണക്ക് തന്നെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇതെന്താ ബാലൻസ് സ്കിൻ pH. ഇത് ഉപയോഗിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, എനിക്ക് കഴിയാറായി, കണ്ടോ? അപ്പൊ ഞാൻ നെക്സ്റ്റ് ടൈം ഐ എം ഗോയിങ് ടു പർച്ചേസ് ഒരു നയാസിനമൈഡ് ഉള്ളത് ടോണർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് പോസ് ഉണ്ട്, ഓയിലി സ്കിന്ന്, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നയാസിനമൈഡ് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ പ്ലമ്മിന്റെ റൈസ് വാട്ടർ നയാസിനമൈഡ് ടോണർ ഭയങ്കര വൈറലാണ്. അപ്പൊ ഞാൻ അതിന്റെ റിവ്യൂസ് ഒക്കെ ഒരുപാട് നോക്കി. അപ്പൊ ഞാൻ ഒരിക്കലും ഉപയോഗിക്കാത്ത ഒരു കാര്യം പറയില്ല. ബട്ട് ഐ തിങ്ക് ഐ എം ഗോൺ പർച്ചേസ് ചെയ്ത് പർച്ചേസ് ചെയ്തിട്ട് ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇടാം. അപ്പൊ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടും. ഇനി ഇപ്പൊ നോർമലി ടോണർ ഉപയോഗിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് നോർമൽ സ്കിന്നാണ്, പോസ് ഒന്നുമില്ല, ഒരു പ്രശ്നവും ഇല്ല, ആക്നി ഒന്നും ഇല്ലാത്ത അങ്ങനെ ആണെങ്കിൽ റോസ് വാട്ടർ ജസ്റ്റ് സ്വൈപ്പ് ചെയ്തെടുക്കുന്നതും നല്ലതായിരിക്കും. അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ടോണർ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ടോണർ ഉപയോഗിച്ചുകൊണ്ടെന്നും പറഞ്ഞ് നിങ്ങളെ പോസ് ഒന്നും ഒരിക്കലും കുറയാൻ പോകുന്നില്ല, കംപ്ലീറ്റ്ലി ഒന്നും പോവില്ല. മേക്കപ്പ് ഒക്കെ ഇടുമ്പോൾ ഒരു എന്താ പറയുക, സ്കിൻ പ്രപ്പ് ചെയ്യുമല്ലോ നമ്മൾ. ആദ്യമേ ഹൈഡ്രേറ്റ് ചെയ്യും, അത് കണക്ക് തന്നെ SPF ഇടും, ആ ഒരു മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അതൊക്കെ ചെയ്തില്ലേ. അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടെ ചെയ്യുകയാണെങ്കിൽ ഒരു ഫിനിഷ് കിട്ടുന്നവരാണെങ്കിൽ, കൊറിയൻ ഗ്ലാസി സ്കിൻ ആ ഒരു ഗ്ലോ വേണമെങ്കിൽ നിങ്ങൾ ഒബ്വിയസ്ലി യു ഹാവ് ടു യൂസ് ടോണേഴ്സ്. പിന്നെ മിൽക്കി ടോണേഴ്സ് ടൈപ്പ് ഉണ്ട്. പക്ഷെ മിൽക്കി ടോണേഴ്സ് ഓയിലി സ്കിൻ അത്ര നല്ലതല്ല. അപ്പൊ നിങ്ങൾ ടോണേഴ്സ് അവരവരുടെ സ്കിന്നിനനുസരിച്ച്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഏത് സംഭവം നമ്മൾ ഉപയോഗിക്കുമ്പോഴും നമ്മൾ അതിനെപ്പറ്റി ഒന്ന് പഠിച്ചിട്ട് അതിനെപ്പറ്റി ആളുകൾ ഉപയോഗിച്ച് അവരുടെ റിസൾട്ട് നോക്കുക. പിന്നെ നമ്മൾ ഏതും ചെറിയ ക്വാണ്ടിറ്റി മേടിച്ച് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മാത്രമേ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, എന്നിട്ട് മാത്രമേ നമ്മളത് നമ്മുടെ സ്കിന്നിലോട്ട് ഉപയോഗിക്കാവൂ. ഇപ്പം നമുക്ക് നോർമലി കാണുന്നൊരു ട്രെൻഡ്, സ്കിൻ കെയർ റുട്ടീനിൽ ഒരു ഭാഗമാണോ ടോണർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ടോണർ ഉപയോഗിക്കേണ്ട ഒരു കാര്യമില്ല. യൂസ് വൈസ്ലി. ഓക്കെ, യു ഗോട്ട് ബ്രെയിൻസ്, സോ യൂസ് വൈസ്ലി. എന്തിനാണ് എന്റെ സ്കിൻ കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ. നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ എന്ത് ടോണറാണ്, ഹൈഡ്രേറ്റിംഗ് ടോണർ ആണോ, അല്ലെങ്കിൽ ഹൈലറോണിക് ആസിഡ് വേണം, അല്ലെങ്കിൽ സെറമൈഡ്സ്, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് നോക്കിയിട്ട് ചെയ്യുക. ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് മേടിച്ചതാണ്, അപ്പൊ ഞാൻ അത് വലുതായിട്ട് നോക്കിയില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഹൈഡ്രേറ്റിംഗ് ടോണറാണ് എനിക്ക് നല്ലതെന്ന് പറഞ്ഞിട്ടാണ് മേടിച്ചത്. ബട്ട് നൗ ഐ റിയലൈസ് ദാറ്റ് എനിക്ക് വേണ്ടുള്ളത് എന്റെ ഓയിലി സ്കിൻ ആൻഡ് ഓയിൽ കൺട്രോൾ പ്രൊഡക്ഷൻ പോസ് ഒക്കെ ടൈറ്റൻ ചെയ്യുന്ന മിനിമൈസിംഗ് ആയിട്ടുള്ള പ്ലമ്മിന്റെ റൈസ് വാട്ടർ നയാസിനമൈഡ് വരുന്ന ഒരു ടൈം ഐം ഗോണ ബൈ ഇറ്റ്. ഐം ഗോണ ടെൽ യു ഹൗ ഐ ഫീൽ. ഓക്കെ,
സോ ഫൈനലി ഐ എം ഗോണ റാപ്പ് മൈ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം പറയുക. ആൻഡ് നിങ്ങൾ ടോണേഴ്സ് പേഴ്സണലി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അങ്ങനെ ആണെങ്കിൽ പ്ലീസ് മെൻഷൻ ഇൻ മൈ കമൻറ്റ്. ബിക്കോസ് ഞാനൊരു ബിഗിനറാണ്. ഞാൻ ടോണറിനെ പറ്റി എനിക്ക് അറിയാവുന്ന കാര്യമാണ് പറഞ്ഞത്, ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ടോണേഴ്സിനെ പറ്റി പറയണം. ആൻഡ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോ സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.